ഇസ്ലാമിന്റെ സ്നേഹാഭിവാദ്യങ്ങൾ നേടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതുപോലെ വേദിയിൽ ഭവിഷ്യരായ മറ്റു പണ്ഡിത മഹത്തുക്കളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകൾ, അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. കാരണം ഇവിടെയുള്ളതായ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും ദുആ അല്ലാഹു തആല ഞാൻ സ്വീകരിച്ചുകൊണ്ട് ഈ പള്ളിയിലെ സംബന്ധിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ വ നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അയ്യുഹൻ നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഉബൻ വ ഖബായില ലിതഅറഫൂ إن أكرمكم عند الله أتقاكم. صدق الله مولانا العلي. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. الصلاة على النبي سلام على الرسول الشفيع الأبطحي والحبيب العربي. وعلى أمة سيدنا محمد. വേദിയിലെ ആദരണീയരായ സാന്നിധ്യം, വളരെ വിശുദ്ധമായ ഈ പള്ളിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് നമ്മെ ധന്യരാക്കിയ സമാദരണീയരായ സയ്യിദ് ഹുസൈൻ തങ്ങൾ അൽ-അസ്ഹരി അവർകളെ, അഭ്യുന്നതനായ അധ്യക്ഷൻ തിരുവാമ്പ മഹല്ല് ഖത്തീബ് ഉസ്താദ് ബാഖവി അവർകളെ, ഈ പള്ളി ഇങ്ങനെ ഭംഗിയായി ഉയർന്നു വരുന്നതിൽ മുഴുവൻ സമയ പ്രവർത്തകനായി ഈ പള്ളിയുടെ ഒരു ജീവാത്മാവ് എന്ന നിലയിൽ നിലകൊണ്ട് അതുല്യമായ സേവനം നിർവഹിച്ച നമ്മുടെ ഉസ്മാൻ സാഹിബ് അവർകളെ, സുഹൃത്തുക്കളായ ഞക്കളി ഖത്തീബ് ഉസ്താദ് ഫിർദൗസ് ഫൈസി ഇർഫാനി, ഫെഡാന ഖത്തീബ് ഹാരിസ് ദാരിമി, മറ്റ് വേദിയുടെ മഹത്വത്തിന് മാറ്റുകൂട്ടുന്ന ആദരണീയരായ ഉസ്താദുമാരെ, തിരുവാമ്പ മഹലിന്റെ പ്രസിഡന്റ് മഹ്മൂദ് സാഹിബ്, മറ്റ് നമ്മുടെ നാട്ടിൽ ആത്മീയമായ ഔന്നിത്യത്തിന്റെയും ജനങ്ങളെ, കൊച്ചനുജന്മാരെ, ഉസ്താദുമാരിൽ ഏറെ സന്തുഷ്ടി പ്രകടമാക്കുകയും ഒരുപാട് നല്ല നിലയിലുള്ള സഹകരണങ്ങൾ നൽകുകയും ദൈവ സഹോദരങ്ങൾ, ക്രൈസ്തവ സഹോദരങ്ങൾ, അവര് പ്രത്യേകമായിട്ട് ഈ സ്നേഹത്തിന്റെ പെയ്തിറങ്ങുന്ന ഈ സായാഹ്നത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഉദാര ചരിതാനാം തു വസുദൈവ കുടുംബകം അയം നിജ പരോവേദി ഗണനാലഘുചേതസ ഉദാര ചരിതാനാം തു വസുദൈവ കുടുംബകം
അയം എന്നുള്ള ചിന്ത സങ്കുചിതത്വമാണ്. അതേ സമയത്ത് എല്ലാവരെയും അറിയാനും അംഗീകരിക്കാനും സ്നേഹം പകരാനും നുകരാനുമുള്ള മനസ്സുണ്ടായാൽ കുടുംബകം ഉദാര മനസ്സോടെ ജീവിച്ചാൽ ലോകം തന്നെ തറവാടായി മാറുമെന്ന് മനുഷ്യ സൗഹാർദ്ദത്തിന്റെ ശ്രീകോവിലായി അറിയപ്പെടുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ ഭിത്തികളിൽ ഇന്നും ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്നുവെങ്കിൽ വിശാല മനസ്കതയുടെ സുന്ദരമായ വഴിയിലൂടെ നീങ്ങുന്നവരാകാനാണ് ധർമ്മസ്ഥാപനങ്ങളും മതത്തിന്റെ ചിഹ്നങ്ങളുമെല്ലാം മനുഷ്യനോട് ഉദ്ഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നല്ല ഒരു സായാഹ്നം, പള്ളിയുടെ ഉദ്ഘാടനം ഞാൻ പറഞ്ഞല്ലോ, ആത്മീയമായ ഔന്നിത്യത്തിന്റെയും മനുഷ്യ സൗഹാർദ്ദത്തിന്റെയും ഒരു മകുടമാണ് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. കേവല മുസ്ലിങ്ങളായ സഹോദരങ്ങളും കൂടി ആ കാര്യം മനസ്സിലാക്കണം. തങ്ങളിവിടെ പറഞ്ഞല്ലോ, പലയിടങ്ങളിൽ തങ്ങളുടെ അനുഭവം തന്നെ പള്ളിയുടെ നിർമ്മാണത്തിലും പരിപാലനത്തിലൊക്കെ അമുസ്ലിങ്ങളായ സഹോദരങ്ങളുടെ വല്ലാത്ത വ്യഗ്രത. ഒരു കൊല്ലം മുമ്പാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തന്നെ പാനൂരിൽ 1 കോടി രൂപ സ്വന്തം ചെലവഴിച്ചിട്ടാണ് CK മേനോൻ എന്ന ഹൈന്ദവ സഹോദരൻ ഒരു ജുമാ മസ്ജിദ് ഉണ്ടാക്കിയത്. ഗൾഫ് വ്യവസായിയായ CK മേനോൻ എന്ന ഹൈന്ദവ സഹോദരന്റെ ആദർശം എന്താ? ഓം ശാന്തി ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് സദാ നേരവും ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഹൈന്ദവ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന CK മേനോനാണ് 1 കോടി രൂപ സ്വന്തം ചെലവഴിച്ചുകൊണ്ട് ഒരു വലിയ ജുമാ മസ്ജിദ് പാനൂരിൽ നിർമ്മിച്ചു കൊടുത്തത്. ഇത് മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ? മനുഷ്യൻ സൗഹാർദ്ദത്തിൽ കഴിയേണ്ടവരാണ്. മതമേതായാലും വേഷമേതായാലും ഭാഷയേതായാലും സംസ്കാരമേതായാലും മനുഷ്യൻ എന്ന നിലയിൽ ഏകോദര സഹോദരന്മാരെ പോലെ കഴിയണം എന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇന്നലകൾ പോലും നമ്മോട് വിളിച്ചു പറയുന്നത്. കേരളക്കരയിൽ ആദ്യമായിട്ട് ഇസ്ലാമിന്റെ പ്രബോധന ദൗത്യവുമായി കടന്നു വന്ന അനുഗ്രഹീതരായ അനുഭവന്മാരായ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സഹാബാക്കൾ അവർ കേരളത്തിൽ വന്നല്ലോ. നിരുതിരുമേനിയുടെ മുമ്പിൽ നിന്ന് അവിടുത്തെ നിർദ്ദാശാനുസരണം പായക്കപ്പൽ കയറിയിട്ടാണ് കൊടുങ്ങല്ലൂർ കടപ്പുറത്ത് അവരെ എത്തിച്ചേർന്നത്. അന്ന് കേരളം ഭരിക്കുന്നത് സാമൂതിരി രാജാവാണ്. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു അതെ സാമൂതിരി രാജാവിന്റെ ദർബാറിൽ വന്നിട്ട് പറഞ്ഞു, മഹാരാജ, ഞങ്ങൾ അറേബ്യൻ രാജ്യത്ത് നിന്ന് വരികയാണ്. ഇസ്ലാം എന്ന വിശുദ്ധമായ ആദർശത്തിന്റെ പ്രബോധന ദൗത്യവുമായി ഞങ്ങളുടെ ആചാര്യൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇവിടെ ബന്ധുക്കളില്ല, ഞങ്ങൾക്ക് ഇവിടെ പാർക്കാൻ വീടില്ല, ഞങ്ങൾക്ക് ഇവിടെ ആരാധന നടത്താൻ ആരാധനാലയങ്ങളില്ല. അതുകൊണ്ട് ഞങ്ങളോട് കഴിയണം. നമ്മൾ ആലോചിക്കണം, സാമൂതിരി രാജാവ് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് എന്താണെന്നറിയോ? തങ്ങളെ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാനിവിടെ ആരാധന നടത്തുന്ന തിരുവഞ്ചി ശിവക്ഷേത്രമുണ്ട്. കൊടുങ്ങല്ലൂരിലെ എന്റെ ആരാധനാലയമായ തിരുവഞ്ചി ശിവക്ഷേത്രം, അതിന്റെ മുന്നിൽ തങ്ങൾ ചെന്ന് നിൽക്കണം. തങ്ങൾക്ക് എവിടെയാണോ പള്ളി വേണ്ടത് ആ പള്ളിയുടെ സ്ഥാനമൊന്ന് നിർണയിച്ചു തരണമെന്ന് സാമൂതിരി രാജാവ് പറഞ്ഞപ്പോ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹാരാജ, സ്ഥാനനിർണയം നടത്തിയിട്ട് എല്ലാ കാര്യവും ഞങ്ങളുടെ കയ്യിൽ പള്ളി ഉണ്ടാക്കാനുള്ള കാശില്ല, കൽപ്പണിക്കാരില്ല, ആശാരിമാരില്ല, ഞങ്ങൾക്കാണെങ്കിൽ പള്ളിയൊന്നും അറിയില്ല, ഞങ്ങൾ എന്ത് ചെയ്യാനാ? അപ്പോഴാണ് സാമൂതിരി രാജാവ് വീണ്ടും പറയുന്നത്, തങ്ങളെ, നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ ആ പള്ളി നിർമ്മിക്കേണ്ട സ്ഥാനമൊന്നും നിർവഹിച്ചു തന്നാൽ ആശാരിമാരായെത്തുന്നവൻ ഞാൻ, കൽപ്പണിക്കാരായെത്തുന്നവൻ ഞാൻ, പള്ളി ഉണ്ടാക്കാനുള്ള സകലമായ ഉരുപ്പടികളും കൊണ്ടുവരുന്നയാളും ഞാൻ എന്ന് പറഞ്ഞിട്ട് കേവലം ഒരു വാഗ്ദാനം മാത്രമായിരുന്നില്ല, കേവലം ഒരു വാഗ്ദാനം മാത്രമായിരുന്നില്ല.
നമ്മൾ അറിയണം, കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പെരുമാൾ ജുമാ മസ്ജിദ്, അതിന്റെ നിർമ്മാണമുണ്ടായിട്ടുള്ളതിന്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. കേരള മുസ്ലിം ഡയറക്ടറി എന്ന ഗ്രന്ഥത്തിൽ ഈ ചരിത്രം വളരെ വിശദമായി രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോ നമ്മുടെ നാട് സൗഹാർദ്ദത്തിന് കേളുകേറ്റ നാടാണ്. നമ്മുടെ ചർച്ചകൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രപഞ്ചത്തിൽ ഏറ്റവും ഉന്നതമായ വിധാനം പള്ളികളാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും നികൃഷ്ടമായ സ്ഥലങ്ങൾ അങ്ങാടികളാണ്, ടൗണുകളാണ്. അവിടെ പിശാചിന്റെ വിഹാര കേന്ദ്രമാണ്. എന്നാൽ ഭൂതലത്തിലെ ഏറ്റവും പരമപരിശുദ്ധമായ സ്ഥലങ്ങൾ പള്ളിയാണ് എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അടങ്ങളൊക്കെ പറഞ്ഞു. കടലിനക്കരയിൽ നിന്നുള്ള ഗൾഫുകാരനായ ഒരു അറബി, അദ്ദേഹത്തിന്റെ വിശാല മനസ്കതയുടെ അടയാളമാണ് 10-17 ലക്ഷം രൂപ ഈ പള്ളി ഉണ്ടാക്കാൻ അദ്ദേഹം ചെലവഴിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വിശാല മനസ്കതയുടെ അടയാളമാണ്. 17 ലക്ഷം രൂപ അട്ടിയായിട്ട് ഇങ്ങനെ കിട്ടിയാൽ പള്ളിയാവില്ലല്ലോ. അതിലുപരി അതിനുവേണ്ടി ഒരുപാട് അത്യധ്വാനം ചെയ്യണം. ഇവിടെ നിന്ന് ഉപഹാരം ഏറ്റുവാങ്ങിയ നമ്മുടെ സമ്മാനിക്കയുടെ സേവനം പ്രസക്തമാകുന്നത്. കുടുംബത്തെയും എന്നും റാഹത്തിലാക്കട്ടെ. അതുപോലെ ആരൊക്കെ ഈ പള്ളി ഇങ്ങനെ ഉയർന്നു വരാൻ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും അവരെ എല്ലാവരെയും അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും സന്തോഷത്തിൽ നമുക്ക് ദുആ ചെയ്യാം. അതുകൊണ്ട് പള്ളി ഉയർന്നു വന്നപ്പോ പള്ളി നമ്മുടെ മുന്നിൽ തുറന്നു വെക്കുന്ന സന്ദേശം നെഞ്ചിലേക്കാനും നാം മാറുന്നത്. ഇവിടെയുള്ള ചെറുപ്പക്കാര് അവരോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹു അക്ബർ സുന്ദരമായ ബാങ്കിന്റെ അമരധ്വനികൾ, അലയൊലികൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ മാസ്മരീകമായ അലയടിക്കുമ്പോൾ ഈ പള്ളിക്ക് ചുറ്റുമുള്ള മുസ്ലിമായ സഹോദരങ്ങളെ, നിന്റെ മനസ്സിലും ആ അലയടി വരണം. വീടിന്റെ അകത്തളങ്ങളിൽ ഇരിക്കുമ്പോ എഴുന്നേറ്റ് പള്ളിയിൽ വരാൻ, പീഡികത്തിങ്ങളിരിക്കുമ്പോ എന്നെ റബ്ബ് പള്ളിയിലേക്ക് വിളിക്കുക, പള്ളിയിലേക്ക് വരാൻ. ക്ലബുകളിലിരിക്കുമ്പോ കൂട്ടുകാരുടെ ഓരോ സമയം വർത്തമാനം പറഞ്ഞ സമയം കളയുമ്പോഴേക്ക് ബാങ്കിന്റെ അമരധ്വനി കേൾക്കുമ്പോ പള്ളിയുടെ വിളിയ, റബ്ബിന്റെ വിളിയ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ മൈൻഡ് ചെയ്യാൻ നാം തയ്യാറാകണം. ഇല്ലെങ്കിൽ ഈ പള്ളി അങ്ങനെയുള്ളവരെ ക്ഷമിക്കുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. സൗഹാർദ്ദത്തിന്റെ, മാനവിക സൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ് പള്ളി എന്ന് അമുസ്ലിങ്ങളായ സഹോദരങ്ങൾ മനസ്സിലാക്കണം. പള്ളിയും മദ്രസകൾ ഇന്ന് അധികരിച്ചു വരുന്ന ഒരു അതിശക്തമായ കാലം. ഇന്ത്യയിൽ മുഴുവൻ മുസൽമാന്മാരുടെ പ്രതിഷേധത്തിന്റെ അഖിലിക്കാനും ആക്രമിക്കാനും പറ്റുന്ന ഒരു തലമുറയാണ് പള്ളികളിൽ നിന്നും മദ്രസകളിൽ നിന്നും വാർത്തവിടപ്പെടുന്നത് എന്നതുപോലുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യൻ പാർലമെന്റിൽ പോലും വന്നപ്പോ അതെല്ലാം അസ്ഥാനത്താണ് എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ മതത്തിൽ തീവ്രവാദമില്ല. ഒരു മതവിശ്വാസിക്ക് തീവ്രവാദിയാകാൻ കഴിയില്ല. പ്രഖ്യാപനം ലൈസ മിന്നാ മൻ ദഅ ഇലൽ അസബിയ്യ, ലൈസ മിന്നാ മൻ ദഅ ഇലൽ അസബിയ്യ വമൻ ഭാരതമാതാവ് രണ്ട് മതങ്ങളിൽ നിന്ന് പെട്ടു, ബുദ്ധമതം ജൈനമതം. അതേ നമ്മുടെ ഭാരതാംബ ആത്മീയദാഹം തീരാന് രണ്ട് ലോകമതങ്ങളെ കൈനീട്ടി സ്വീകരിച്ചു, ഇസ്ലാമും ക്രൈസ്തവതയും. നമ്മൾ ആലോചിച്ചു നോക്ക്, ഈ മതങ്ങളൊന്നും ഈ രാജ്യത്തൊരു കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. ഈ മതങ്ങളെല്ലാം ഇന്ത്യയെ ശക്തിപ്പെടുത്തി, അല്ലേ? പുരാണങ്ങളില്ലാത്തൊരിന്ത്യ, ഇതിഹാസങ്ങളില്ലാത്തൊരിന്ത്യ ഓർക്കാൻ കഴിയുമോ? അങ്ങനെയുള്ളൊരു ഇന്ത്യ മഹാനായ ഗാന്ധിജിയും മൗലാന മുഹമ്മദ് അലിയും ഗോഖലെയും തോളോട് തോളൊരുമ നിന്നുകൊണ്ട് തീർക്കാൻ പറ്റാത്തത്ര ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, രമ്യഹർമ്മ്യങ്ങൾ, അല്ലേ? താജ്മഹൽ, കുത്തബ് മിനാർ, ചെങ്കോട്ട, ആഗ്ര കോട്ട, ഫത്തേപൂർ സിക്രി, ബുലന്ദ് ദർവാസ, ദിവാനെ ആം, ദിവാനെ ഖാസ്, മൈൽപീലി സിംഹാസനം, ഇത്തമാദ് ദൗലയുടെ കുടീരം, ചാർമിനാർ, കുത്തബ് മിനാർ തുടങ്ങി 6 മാസം സഞ്ചരിച്ചാൽ പോലും കണ്ടു തീർക്കാൻ പറ്റാത്തത്ര രമ്യഹർമ്മ്യങ്ങൾ, അതിലൂടെ കോടിക്കണക്കിന് വിദേശ ഡോളറുകൾ മാസം തോറും ഇന്ത്യയിലേക്ക് ഒഴുകുമ്പോ അതെല്ലാം പൂർവിക
ഇന്ത്യൻ മുസൽമാന്മാരുടെ അനശ്വര പൈതൃകമായിട്ട് ഇന്ത്യയുടെ തലസ്ഥാനത്ത് തലയുയർത്തി നിൽക്കുന്നു എന്ന് നമ്മൾ അറിയുമ്പോൾ ഹൈന്ദവത ശക്തിപ്പെടുത്തിയ ഇന്ത്യ, ക്രൈസ്തവ ബലിഷ്ഠമാക്കിയ ഇന്ത്യ, ഇസ്ലാം ദൃഢമാക്കിയ ഇന്ത്യ, ഈ ഇന്ത്യയുടെ ആത്മാവ് ഏറ്റവും വലിയ സൗഹാർദ്ദമാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. എല്ലാവരും ഇത് തിരിച്ചറിയണം. കാരണം എന്താ, ഇന്ത്യയുടെ ഭരണഘടന ഒന്ന് പഠിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇന്ത്യയുടെ ഭരണഘടന ഒന്ന് വായിച്ചാൽ അറിയാതെ നാം പ്രാർത്ഥിച്ചു പോകും, ഇന്ത്യയുടെ ഭരണഘടന നീണാൾ വാഴട്ടെ എന്ന്. കാരണം എന്താ, ഇന്ത്യയുടെ ഭരണഘടനയിൽ പറയുന്നത് all persons are equally entitled to freedom of conscience and the right to freely profess and propagate religion. എല്ലാവർക്കും ജീവിക്കാം, എല്ലാ മതവും കൊണ്ട് നടക്കാം, എല്ലാ വേഷഭൂഷാദികളും ധരിക്കാം, എല്ലാ ഭാഷയും സംസാരിക്കാം എന്ന് തുടങ്ങി പൗരന്റെ മൗലികാവകാശങ്ങൾ മുഴുവൻ വകവച്ചു നൽകുന്ന മഹിതമായ ഭരണഘടനയുള്ള ഇന്ത്യ, ഇന്ത്യ സൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ്. ഇന്ത്യ മാനവികതയുടെ സുന്ദരമായ ശാബ്ദ സങ്കേതമാണ്. പക്ഷേ ഈ ഇന്ത്യയിലെ സൗഹാർദ്ദം തകർക്കാനാണ് തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും പരമാവധി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ തകരാതിരിക്കാൻ മാനവികതയിൽ വിശ്വാസമുള്ള എല്ലാവരും തീവ്രവാദികളെ എതിർക്കണം, ഭീകരവാദികളെ തോൽപ്പിക്കണം. അതിന് കാരണം എന്താ, ഭീകരവാദത്തിന് മതമില്ല. ഒരു മതമുള്ളവന് ഭീകരവാദിയാകാനും കഴിയില്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. എവിടെയെങ്കിലും ഒരു നാരായണൻ ബോംബിട്ട് 10 മുസ്ലിങ്ങളെ കൊന്നാൽ അത് ഹൈന്ദവ മതത്തിന്റെ കുഴപ്പമല്ല. ആ ബോംബിട്ട നാരായണന്റെ മനസ്സിലെ വൈകാരികത അവന് പക്വതയില്ലായ്മയാണ്. എവിടെയെങ്കിലും ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അഹമ്മദ് എന്ന പേരുള്ളവൻ 2 പേരെ വെട്ടിക്കൊന്നാൽ അവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടത് ഇസ്ലാമല്ല, മറിച്ച് ആ പണി ചെയ്തിട്ടുള്ള അഹമ്മദ് അവന്റെ മനസ്സിലെ വൈകല്യമാണ്. അതുപോലെ തന്നെയാണ് എവിടെയെങ്കിലും ഒരു ജോസഫ് 10 പേരെ ആക്രമിച്ചാൽ അത് ക്രൈസ്തവ മതത്തിന്റെ കുഴപ്പമല്ല, ആ അക്രമിയുടെ മനസ്സിലുള്ള പക്വതയില്ലായ്മയുടെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നാം കാര്യങ്ങളെ വിലയിരുത്തി കഴിഞ്ഞാൽ മതത്തിന്റെ പേരിൽ തമ്മിലടിക്കാൻ കഴിയില്ല. ഒരു പ്രഭാഷണം കഴിഞ്ഞ ഈ വേളയിൽ നിങ്ങളോട് കൂടുതലൊന്നും സംസാരിക്കാതെ പെട്ടെന്ന് വിടവാങ്ങാം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ ധന്യമായ ഒരു മുഹൂർത്തത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലുള്ള ഒരു പള്ളി ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുമ്പോൾ ഇവിടെയുള്ള എല്ലാ മതവിശ്വാസികൾക്കും സന്തോഷിക്കാനുള്ള ഒരു വേദി കൂടിയാണിത്. യഥാർത്ഥത്തിൽ ഇത് മുസ്ലിമീങ്ങളുടെ ഒരു ആരാധനാലയമാണ് എങ്കിലും എല്ലാ മതവിശ്വാസികൾക്കും സ്നേഹം പകരുന്ന, സ്നേഹം നൽകുന്ന ഒരു മഹിതമായ ഒരു സന്ദേശമാണ് ഈ ഉദ്ഘാടനത്തിലൂടെ നാം നൽകിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പണ്ഡിതന്മാരെ, സഹോദര സഹോദരിമാരെ, സുദീർഘമായ ഭാഷണം ഈ സമയത്ത് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് സുന്ദരമായ മസ്ജിദ് പ്രവാചക പ്രഭു ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ഉമ്മബംഗമാരെ, യുവാക്കന്മാരെ, രക്ഷിതാക്കളെ, നാം എല്ലാവരും ഇന്ന് സന്തോഷത്തിലാണ്. കാരണം ഞാനിവിടെ ഏകദേശം 5 വർഷമായി നാട്ടിലാണെങ്കിൽ ജോലി തുടർന്നത്. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടിക്ക് ധാരാളം ആൾക്കാർ നമ്മുടെ പള്ളിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ കയറിയപ്പോൾ നിന്ന ആൾക്കാർ ഗൾഫിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്നിരുന്നാലും അതൊന്നും സാധിക്കാതെ ലാസ്റ്റ് നമ്മുടെ ഉസ്മാനിക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ പള്ളി ഇന്ന് നമുക്ക് ഈ രൂപത്തിൽ നമുക്ക് ആക്കി തന്നു. സമാദരണീയനായ ഈ സംഗമത്തിന്റെ അധ്യക്ഷൻ മുഹമ്മദ് സലീം ബാക്കവി ഉസ്താദ്,